Hi, hello, praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെട്ടു. Sometimes we don't really need to understand the situation or what is coming up. Only thing we have to do is rest in God. Hallelujah. ചില സമയങ്ങളിൽ നമുക്ക് സാഹചര്യങ്ങളെ മനസ്സിലാക്കണമെന്നോ വരാനുള്ള കാര്യങ്ങളെ എന്തായി തീരുമെന്ന് മനസ്സിലാക്കണമോ എന്നില്ല. കർത്താവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കുമ്പോൾ സാഹചര്യങ്ങളെ നോക്കി ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസം കർത്താവിൻ്റെലായാൽ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ഹല്ലേലൂയ. അബ്രഹാം പിതാവ് തൻ്റെ മകനെ, സ്വന്തം മകനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കർത്താവ് നൽകിയൊരു കുഞ്ഞിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് മകൻ ചോദിക്കുന്നുണ്ട്, വിറകും കത്തിയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പച്ച, യാഗമൃഗം എവിടെ? ഹല്ലേലൂയ. ആ സമയത്ത് അബ്രഹാം പിതാവ് പറഞ്ഞത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദ ട്രൂത്ത്, ഹി ചൂസ് ടു സേ what he believed. Hallelujah. കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് അബ്രഹാം പിതാവ് പറഞ്ഞു, യാഗമൃഗത്തെ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഇതുപോലെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കാൻ നാം റെഡി ആയി കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. അതുകൊണ്ടാകണം അബ്രഹാം പിതാവിന്റെ വിശ്വാസം കണ്ടിട്ട് ഇന്ന് അബ്രഹാം പിതാവിനെ വിശ്വാസികളുടെ പിതാവായി നമ്മൾ കണക്കാക്കുന്നത്. സാഹചര്യങ്ങളെ നോക്കാതെ കർത്താവിൽ മാത്രം വിശ്വസിച്ചു. ഹല്ലേലൂയ. നമ്മളും സാഹചര്യങ്ങളെ നോക്കാതെ യേശു കർത്താവിൽ മാത്രം വിശ്വസിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മുടെ ചിന്തകളിൽ ഒത്തിരി കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാഹചര്യം മുമ്പിൽ ഇങ്ങനെ ആയി തീരാമെന്ന പ്രഡിക്ഷൻസ് ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് സാഹചര്യത്തെ നോക്കാതെ കർത്താവിലേക്ക് മാത്രം നോക്കുക. നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ എന്ത് ചെയ്താലും കർത്താവിനെ നിയമിച്ചു പോവുക. അവൻ വിശ്വസ്തനാണ് എന്ന ഉറപ്പുള്ളിടത്തോളം ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. വഴി നിരപ്പാക്കാൻ ശക്തനായ കർത്താവ് കൂടെയുണ്ട്. കർത്താവിൽ മാത്രം ആശ്രയിപ്പാൻ ഇന്ന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. God bless you. Amen.